രാത്രിക്ക് ഇസ്ലാമിലൊരു പ്രാധാന്യമുണ്ട്. അല്ലെ, ഖുർആനിൽ പല ആയത്തുകളും കാണാം. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്രാ മിഅ്റാജിന് കൊണ്ടുപോയത് രാത്രിയിലാണ്. അതുപോലെ തന്നെ വമിനൽ ലൈലി ഫസബ്ബിഹു വഅദ്ബാറ സുജൂദ്, രാത്രിയിൽ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുക. ഖുമിൽ ലൈല ഇല്ലാ ഖലീല, രാത്രി നമസ്കരിക്കുക കുറച്ചൊഴികെ. ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖൂമു ഖീല, രാത്രി എന്ന് പറയുന്നത് അശദ്ദു വത്അൻ, നാവ് കൊണ്ട് നമ്മൾ ഓതുന്നതും നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നതും തമ്മിൽ ഒന്നിച്ച് കൂടിച്ചേരാൻ, മനസ്സിൽ തട്ടി ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റിയ സമയമാണ്. അതുപോലെ തന്നെ വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി, രാത്രി നീ തഹജ്ജുദ് നമസ്കരിക്കുക. അങ്ങനെ രാത്രിയിൽ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം ആയത്തുകൾ കാണാം. അപ്പോൾ രാത്രിക്ക് ഒരു സ്ഥാനമുണ്ട്, അത് വെറുതെ കളയരുത്. അനാവശ്യമായ കാര്യങ്ങൾ ചെയ്ത് സമയം പാഴാക്കി കളയുന്നത് സൂക്ഷിക്കുക, രാത്രി പ്രത്യേകിച്ച്. അല്ല, പകൽ ആളുകൾ എന്ത് ചെയ്യും, ജോലി ഉണ്ടാകും, അതുകൊണ്ട് പകലത്തെ സമയം പാഴാക്കുന്നത് കുറച്ചൊക്കെ സൂക്ഷിക്കും. പക്ഷെ രാത്രി നമ്മളെ സ്വന്തം സമയമാണ്, അത് നമുക്ക് തോന്നിയതുപോലെ ചിലവഴിക്കാം എന്ന ധാരണ പാടില്ല. നേരെ മറിച്ച് രാത്രിയാണ് നമ്മുടെ സമയം എന്ന് പറയുന്നത്. സഹാബത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു കാണാം, റുഹ്ബാനുൻ ഫിൽ ലൈൽ ഫുർസാനുൻ ഫിൻ നഹാർ, അവർ രാത്രിയിൽ സന്യാസിമാരാണ്. ഉദ്ദേശിക്കുന്നത് റുഹ്ബാൻ എന്ന് പറഞ്ഞാൽ ഇബാദത്തിന് വേണ്ടി കുടുംബജീവിതമൊക്കെ ഉപേക്ഷിച്ചിരിക്കുന്ന ആളുകൾ. രാത്രിയിൽ അങ്ങനെ തോന്നും അവരെ കണ്ടാൽ, തഹജ്ജുദ് നമസ്കരിച്ചിട്ടും ഇബാദത്ത് ചെയ്തിട്ടുമൊക്കെ, ഖുർആൻ പാരായണം ചെയ്തിട്ട്. ഒരു സഹാബി ഷുറൈഹ് അൽ ഹദ്റമി എന്ന് പറയുന്നൊരു സഹാബി, ഷുറൈഹ് അൽ ഖാദി എന്ന് പറയുന്നൊരു താബിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പക്ഷേ ഇത് ഒരു സഹാബിയുണ്ട്, ഷുറൈഹ് അൽ ഹദ്റമി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാര്യമായി വിവരണങ്ങളൊന്നുമില്ല. ആകെയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞൊരു തസ്കിയയാണ്, അത് മതി അദ്ദേഹത്തിന്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹുവ റജുലുൻ ലാ യതവസ്സദുൽ ഖുർആൻ, ഖുർആൻ തലയണയാക്കാത്തവനാണ് അദ്ദേഹം. എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഖുർആൻ പഠിച്ചിട്ട്, എല്ലാ സഹാബത്തും ഖുർആൻ പഠിച്ചവരാണ്, ഹിഫ്ളാക്കിയവരാണ്, അവരെ കൊണ്ട് കഴിയുന്നത്രയെങ്കിലും. അപ്പോൾ ആ ഖുർആൻ തലയണയാക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ തലൻ്റെ ഉള്ളിലുണ്ടല്ലോ. അപ്പോൾ രാത്രി കിടന്നുറങ്ങിയാൽ എന്താണ് ഖുർആൻ തല എന്ന് പറഞ്ഞാൽ തലൻ്റെ ഉള്ളിൽ ആണോ, തലൻ്റെ ഉള്ളിലാണോ ഖുർആൻ, കൽബിലാണോ ഖുർആൻ? കൽബിലാണ്. പക്ഷേ ഫി സുദൂരില്ലദീന ഊത്തുൽ ഇൽം, അല്ലെ, ഖുർആൻ ഓതുന്നതൊക്കെ തല കൊണ്ടാണല്ലോ, നാവും വായൊക്കെ തലയിലാണ്. അപ്പോൾ ഖുർആൻ ഓതേണ്ട ഈ അവയവങ്ങൾ അതവിടെ തലയണ പോലെ വെച്ചിട്ട് കിടന്നുറങ്ങുക, അത് അദ്ദേഹം ചെയ്യൂല, രാത്രി നമസ്കരിക്കുമെന്നർത്ഥം. അതുപോലെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമ റജുൽ അബ്ദുല്ലാഹ്, അബ്ദുള്ള എത്ര നല്ലവനാണ്, ലൗ കാന യുസല്ലി ഫിൽ ലൈൽ, ലൗ കാന യുസല്ലി മിനൽ ലൈൽ, രാത്രി നമസ്കരിക്കുക കൂടി ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ രാത്രി നമസ്കാരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇബ്നു ഉമർ നല്ലൊരാളാകുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കി, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ 20 വയസ്സിനടുത്താണ് പ്രായം, 20ൻ്റെ കുറച്ച് കുറവോ കുറച്ച് കൂടുതലൊക്കെ. അപ്പോൾ അത്രയും ചെറുപ്പക്കാരനായ ഒരാളെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, രാത്രി നമസ്കാരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രാത്രി എന്ന് പറയുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, നമ്മളെല്ലാവരും അതിൽ പിന്നിലാണ്. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ രാത്രി എന്ന് പറയുന്നത് തന്നെ പ്രാധാന്യമുള്ളതാണ്, പ്രത്യേകിച്ച് റമദാനിൽ, പ്രത്യേകിച്ച് അവസാനത്തെ 10-ൽ. അതുപോലെ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ഷഹർ. ഈ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന ഒരു മുഫസ്സിറാണ് ജമാലുദ്ദീൻ അൽ ഖാസിമി റഹിമഹുല്ലാ. അദ്ദേഹത്തിൻ്റെ മഹാസിനു തഅവീൽ എന്നൊരു തഫ്സീറൊക്കെ ഉണ്ട്. അദ്ദേഹം പറയുന്നത് കാണാം, ഇന്ന് ലൈലത്തുൽ ഖദ്റിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണോ അതല്ല ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ ചെയ്യുന്നത്? നല്ല ശബ്ദമുള്ള ഇമാം ആരാണെന്ന് നോക്കിയിട്ട് നമസ്കരിക്കാൻ പോകും. നല്ല ശബ്ദമുള്ള ഇമാമിൻ്റെ പിന്നെ നമസ്കരിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ആ ശബ്ദം ആസ്വദിക്കുന്നത് മാത്രമായിരിക്കും ലക്ഷ്യം. എന്നിട്ട് നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിലിരുന്ന് കുറേ തമാശയൊക്കെ പറഞ്ഞ് നേരം വിളിക്കുന്നവർ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ചു കൂട്ടും. അതല്ല ലൈലത്തുൽ ഖദ്റിൻ്റെ ഉദ്ദേശം. ഇബാദത്താണ്, അള്ളാഹുമായിട്ട് ഒറ്റക്കാവുക എന്നുള്ളതാണ്, ഖുശൂഅോടുകൂടി നമസ്കരിക്കുക എന്നുള്ളതാണ്. അതാണ് ലൈലത്തുൽ ഖദ്റിൽ ചെയ്യേണ്ടത്.